ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെ നിന്നെല്ലാം അതിനെ പിൻവലിച്ച് ആത്മാവിൽ തന്നെ ഉറപ്പിക്കാൻ മനുഷ്യന് കഴിയണമെന്ന് സ്വാമി ചിദാനന്ദപുരി കോഴിക്കോട് മുതലക്കുളത്ത് പുരോഗമിക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കല്പജനിതങ്ങളായ എല്ലാ കാമങ്ങളും പൂർണ്ണമായും ത്യജിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലായിടത്തും നിയന്ത്രിച്ച് ഒതുക്കി നിർത്താൻ മനുഷ്യന് കഴിയണം. ധ്യാനം കൊണ്ട് മാത്രമാണ് ഇത്തരം സാധന മനുഷ്യന് കൈവരിക്കാനാകൂ. ഏകാഗ്രതയിൽ മാത്രമാണ് ഒരു മനുഷ്യന് സാധന സാധ്യമാകുന്നത്. ഓരോ വ്യക്തിയിലും ഇത് വിഭിന്നമാണെന്നും സ്വാമിജി പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് പുരോഗമിക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പരയിൽ 4ാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എപ്പോൾ ശാന്തതയുടെ ഭാവമുണ്ടോ അപ്പോൾ സാധനയിൽ പ്രവർത്തിക്കാം. ശാസ്ത്രീയമായ സാധനാ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ശാന്തതയുടെ വേള കൂടിക്കൂടി വരും. ഇതൊരു വ്യക്തിയും തന്നിൽ അനുഭവിക്കേണ്ടതാണ്. ശാസ്ത്ര ശ്രവണ മനനങ്ങളാവട്ടെ, മന്ത്രജപം നാമജപം തുടങ്ങിയവയാകട്ടെ, നിഷ്കാമഭാവത്തിലുള്ള കർമാനുഷ്ഠാനമാകട്ടെ, ഏത് സാധനയാണോ ആ വ്യക്തിക്ക് ഉചിതമായത് അതിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഏകാഗ്രതയിലേക്ക് വരും. ഏകാഗ്രതയിൽ നാം അനുഭവിക്കുന്ന പ്രകാശമാകട്ടെ പ്രശാന്തതയാകട്ടെ സാധനയുടെ ബലം കൊണ്ട് നിലനിൽക്കുന്നതാണ്. എപ്പോൾ സാധന നിന്നു അപ്പോൾ വീണ്ടും താഴെ വീഴും. ദിവസവും വൈകിട്ട് 6 മുതൽ 8 വരെയാണ് പ്രഭാഷണം. എല്ലാ ദിവസവും സംശയ നിവാരണത്തിനുള്ള അവസരവും ഉണ്ടായിരിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര 18-ന് സമാപിക്കും. ജനം, കോഴിക്കോട്.